മീശ മാധവൻ്റെ ഔട്ടിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നോ? അങ്ങനെ എനിക്കറിയില്ല, അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് മീശ മാധവൻ്റെ ഔട്ടിലെ തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ന് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയലോഗുമായി ബന്ധപ്പെട്ട് ഒരു സീനിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഒരു അരഞ്ഞാണ മോഷണ സീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളൊരു സംഭവം. അങ്ങനെ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പുള്ളി പ്രോമിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് എഡിറ്റിൽ പോവും എന്ന് അതിന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ എഡിറ്റ് കാണാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റിൽ എന്നെ പ്രോപ്പറായിട്ട് എനിക്ക് ആവശ്യമുള്ള സമയം തന്നെ എന്നെ ഇൻഫോം ചെയ്ത് വിളിച്ചില്ല. എറണാകുളത്തുനിന്ന് വരേണ്ട ആൾക്കാർക്ക് വരെ വരാൻ സമയം കിട്ടിയിട്ടുണ്ട്. ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്ന എനിക്ക് അത് പ്രോപ്പറായിട്ട് എന്നെ അത് ചിലപ്പോൾ പറ്റാത്തതുകൊണ്ടായിരിക്കാം, മനഃപൂർവ്വമായിക്കൊള്ളുന്നൊന്നുമില്ല, എന്തായാലും എന്നെ അത് കാണിച്ചില്ല. അതൃപ്തി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള അതൃപ്തി. അല്ലെങ്കിൽ മീശമാവെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമയാണെന്നോ ഇനി അതിനേക്കാൾ മികച്ചൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും ഞാൻ വിചാരിക്കാൻ പാടില്ലല്ലോ. പാടില്ല. അത് ഞാൻ ആദ്യം ചെയ്തൊരു സിനിമയാണ്, ഇനി അത് ഞാൻ വളർന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് അതെനിക്ക് തൃപ്തിയില്ല എന്ന് പറയുന്നതിലൊന്നും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ മാറ്റർ അല്ല അത്. മാധവൻ പിന്നീട് പ്രണയിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി, അവളോട് ഈ മാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു വൈകൃതമാണത്. മനസ്സിനകത്ത് അത് വരുന്നത് അവളെ കാണുന്ന സമയത്ത് റേപ്പ് ചെയ്യണം എന്നാണോ ഇവന് തോന്നണ്ടേ? അല്ല. അതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നം. അല്ലാതെ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമൊന്നും അല്ല. ഐ ഡോണ്ട് കെയർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇപ്പോഴും എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ.